കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മരണം തൊട്ടടുത്തെത്തിയ നിമിഷം ദൈവദൂതരെ പോലെ ഇടപെട്ട് 3 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒറ്റപ്പാലത്ത് ഒരു മധ്യവയസ്കന് പുതുജീവൻ നൽകിയ വിസ്മയകരമായ വാർത്ത കാണാം. ഒറ്റപ്പാലം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ കുഴഞ്ഞുവീണ മധ്യവയസ്കന്റെ ജീവൻ രക്ഷിച്ച 3 നഴ്സിംഗ് വിദ്യാർത്ഥികൾ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാകുന്നു. തൃക്കങ്ങോട് സ്വദേശിയായ 56 വയസ്സുള്ള സുരേഷിനാണ് വിദ്യാർത്ഥികളുടെ അടിയന്തര ഇടപെടലിലൂടെ പുതുജീവൻ ലഭിച്ചത്. ഒറ്റപ്പാലത്തെ മദർ കെയർ ഫാൻസി കടയിൽ പുതുവർഷ സമ്മാനം വാങ്ങാനെത്തിയ മാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിലെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് വിദ്യാർത്ഥികളായ അജീഷ്, രാജി, ജ്യോതിശ്രീ എന്നിവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കടയ്ക്കുള്ളിൽ വെച്ച് സുരേഷ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പൾസ് ലഭിക്കാത്ത വിധം നില ഗുരുതരമാകുകയും ചെയ്തതോടെ ഒട്ടും വൈകാതെ വിദ്യാർത്ഥികൾ CPR നൽകാൻ ആരംഭിച്ചു. 2 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം കണ്ണു തുറന്നെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ വീണ്ടും ബോധരഹിതനായി. ശരീരം തണുത്ത നില അതീവ ഗുരുതരമായ സാഹചര്യത്തിലും തളരാതെ വിദ്യാർത്ഥികൾ മാറി മാറി CPR നൽകുന്നത് തുടർന്നു. ഇതിനിടെ നഴ്സിംഗ് കോഴ്സ് മേധാവി സലീനയെ ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ഇവർ മറന്നില്ല. നമ്മളൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം മദർ കെയർ ഫാൻസി കടയിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബില്ല് കൊടുക്കാനായിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് എത്തിയിട്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും മാറി നിന്നു. അവിടെ ഒരു കുറേ പേരുണ്ടായിരുന്നു, ഒരു 10-50 പേരിൻ്റെ അടുക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അവിടെ നല്ല തിരക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ടാകുമ്പോൾ വീണ് കഴിഞ്ഞു. പിന്നെ അയാളെ ഇല്ല, പൾസ് നോക്കി. നമ്മൾ പൾസ് നോക്കിയിട്ടാകുമ്പോൾ പൾസ് അടിക്കുന്നില്ല. പിന്നെ നമ്മൾ പിന്നെ റെസ്പിറേഷൻ നോക്കി, അതും ഇല്ല. ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. പിന്നെ കാരോട്ടി ഇതും നോക്കി നമ്മൾ. പിന്നെ അവർക്ക് എന്തോ ഒരു ഇതിൽ വയ്യായ്മ തോന്നി. പിന്നെ അവിടെ ഒരു 1 മിനിറ്റോളം അങ്ങനെ കിടന്നു അവർ. പിന്നെ എണീക്കുന്നേ കാണുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനില്ല ഒരു ഇതിൽ നമ്മൾ തട്ടി നോക്കി വിളിച്ചു, ഒന്നും എണീക്കുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 മിനിറ്റോളം CPR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആൾ മെല്ലെ സ്റ്റേബിളായി. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് ഇരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വേണ്ട, നമ്മൾ ശരിയായി, കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നേരെ പോകാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ആടെ കടയുടെ മുന്നിലേക്ക് എത്തി. അപ്പോൾ കടയിലെ മുന്നിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ കാറുണ്ട്, കാറ് എടുത്തിട്ട് വരാമെന്നപ്പോൾ പുള്ളിക്കാരൻ എണീറ്റ് നിന്ന് ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് തിരിഞ്ഞു കഴിയുമ്പോൾ ആദ്യം വീണ്ടും പുള്ളിക്കാരനെ ഈ ദേഹം അസുഖം ഇതായിട്ട് പെട്ടെന്ന് വീണു. പിന്നെ ഒരു 2 മിനിറ്റോളം പുള്ളിക്കാരനൊന്നുമില്ല. പിന്നെ ആദ്യം നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്ത് നേരെ കാറിൽ കയറ്റി എല്ലാവരും കൂടി. അപ്പം എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഗവൺമെൻറ് GDA നഴ്സിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കോളേജ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് മദർ കെയറിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഒരാൾ വീഴുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ അപ്പോൾ ആലോചിച്ചത്. വേഗം ആളേനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നു ഇവിടെ PK ദാസിൽ എത്തിച്ചു. ആളേനെ രക്ഷിച്ചു. അതിന് ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ സലീന മേഡത്തിനോടും PK ദാസുകാരോടും മറ്റ് സ്റ്റാഫുകളോടും ഞങ്ങളുടെ നന്ദി അറിയിക്കും. ആശുപത്രിയിലെത്തിച്ച സുരേഷ് ഇപ്പോൾ അപകടനില തരണം ചെയ്ത് സുഖം പ്രാപിച്ചു വരുന്നു. കൃത്യസമയത്ത് പ്രഥമ ശുശ്രൂഷ നൽകാൻ തയ്യാറായ ഈ വിദ്യാർത്ഥികളെ നാടൊന്നാകെ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.